വർഷങ്ങളായി തന്നെ അലട്ടിക്കൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയത് അവൾക്ക് വല്ലാത്തൊരാശ്വാസമായി. പക്ഷേ പപ്പ ഇതിനു മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, ഇന്നത്തേക്ക് ഇത് മതി. ബാക്കി ഞാൻ മറ്റൊരിക്കൽ പറഞ്ഞു തരാം മോൾക്ക്. ഇപ്പൊ പോയി കിടന്നുറങ്ങൂ. നാളെ നമുക്ക് അതിരാവിലെ എഴുന്നേൽക്കണം. വാൾട്ടർ അവളെ തോളിൽ തട്ടി യാത്രയാക്കാൻ ഭാവിച്ചു. പപ്പ, അവൾ അയാളെ തടഞ്ഞു. സത്യം പറയൂ, പപ്പ ഒരു കോൺട്രാക്ട് കില്ലറാണോ? വാട്ട്? എനിക്കറിയാം, വാൾട്ടർ ലെവിൻ FBI തേടുന്ന ഒരു ഡേഞ്ചറസ് ക്രിമിനലാണ്. അതാര് പറഞ്ഞു നിന്നോട്? അതൊക്കെ എനിക്കറിയാം പപ്പ. എൻ്റെ കയ്യിലുമുണ്ട് കുറച്ച് രഹസ്യങ്ങൾ. വൂഡു ഉപയോഗിച്ച് പപ്പ ആളുകളെ വകവരുത്തുന്നത് ഇതാദ്യമായല്ലെന്നും എനിക്കറിയാം. നോൺസെൻസ്, നീ പോയി കിടക്കൂ സ്റ്റെല്ല, ഞാനൊന്ന് കുളിക്കട്ടെ. വാൾട്ടർ ബാഗ് തുറന്ന് കുറേ ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് വെച്ചു. ദീർഘനിശ്വാസത്തോടെ പുറത്തേക്ക് നടന്ന സ്റ്റെല്ല പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന് തിരിഞ്ഞു. ഒരു കാര്യം കൂടി പറയാമോ പപ്പയ്ക്ക്? കള്ളം പറയരുത്. ഇവിടെ ഇപ്പോൾ ഈ നാട്ടിൽ നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാ? വെക്കേഷന് തന്നെയാണോ? അതോ പപ്പ ആരെങ്കിലും ഇവിടെ വെച്ച്? സ്റ്റെല്ല! വാൾട്ടറുടെ ശബ്ദം ഉയർന്നു. ചുമ്മാ വഴിയിൽ കേട്ട കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ധരിക്കരുത്. ഈ ലോകത്ത് വേറെ എത്രയോ നല്ല സ്ഥലങ്ങളുണ്ടായിട്ടും ഇങ്ങോട്ട് തന്നെ പപ്പ തിരഞ്ഞു പിടിച്ചു വന്നത്, അതും എന്നോടൊന്നും ആലോചിക്കുക പോലും ചെയ്യാതെ. എനിക്കറിയാം പപ്പ, പപ്പയ്ക്കിവിടെ വേറെ എന്തൊക്കെയോ ബിസിനസ് ഉണ്ട്. ഒരു കാര്യം രണ്ടുപേരും ഓർക്കണം, ഇന്നേക്ക് 7-ാം നാൾ, അന്ന് എനിക്ക് 18 വയസ്സ് തികയുകയാണ്. തിരിച്ച് നാട്ടിലെത്തിയാൽ ആ നിമിഷം ഞാൻ വീട് വിടും. അമ്മയുടെ അസുഖമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഇനിയിപ്പോൾ അതുമില്ല. ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് ദൂരെ എവിടെയെങ്കിലും, ന്യൂയോർക്കിലോ LAയിലോ എവിടെയെങ്കിലും പോകും. എന്തൊക്കെ പറഞ്ഞാലും പപ്പ, ഞാൻ ഇത്രകാലം കരുതിയിരുന്ന പോലൊരാളല്ല, വേറെ ആരോ ആണ്. എനിക്കിനി വയ്യ ഇതിൻ്റെയൊക്കെ പാർട്ടായി ജീവിക്കാൻ. അവളുടെ വാക്കുകൾക്ക് അസാമാന്യ കരുത്തുണ്ടായിരുന്നു. വാൾട്ടർ ഒന്നും മിണ്ടാതെ തലകുനിച്ച് ബാത്റൂമിലേക്ക് നടന്നു. പുറത്തേക്കിറങ്ങിയ സ്റ്റെല്ല കോറിഡോറിൽ വീണ്ടും ആ മനുഷ്യനെ കണ്ടു. അയാൾ ആ മുറിയുടെ ദിശയിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സ്റ്റെല്ലയെ കണ്ടതും മുഖം തിരിച്ചു കളഞ്ഞു. ഹേയ്, അവൾ വിളിച്ചു. ആരാ ഇയാൾ? എന്താണ് വേണ്ടത്? സോറി, എനിക്ക് ഇംഗ്ലീഷ് നല്ല വശമില്ല. അയാൾ പരുങ്ങി. എനിക്കറിയാം, താങ്കൾ ഞങ്ങളെ വാച്ച് ചെയ്യുകയാണ്. എന്താ ഉദ്ദേശം? ആ മനുഷ്യൻ നിസ്സഹായനായി കൈമലർത്തി. അയാൾക്ക് സ്റ്റെല്ല പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. അയാൾ സംശയത്തോടെ കുറച്ചു നേരം കൂടി അവിടെ തന്നെ നിന്നു. ഒടുവിൽ ആ മനുഷ്യൻ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകുന്നതുവരെ. നോർത്ത് പോലീസ് സ്റ്റേഷൻ, കൊച്ചി. പിറ്റേന്ന് രാവിലെ 10 മണി. തുടർ നടപടികൾ ചർച്ച ചെയ്യുകയായിരുന്നു SI ശിവാനന്ദനും മാത്യൂസും. മാത്യൂസ് തലേന്ന് വീട്ടിൽ പോയിരുന്നില്ല. കമ്മീഷണറുമായി രാത്രിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. തുടർന്ന് അയാൾ ഓഫീസിൽ ചെന്ന് പിറ്റന്നത്തേക്ക് വേണ്ട പ്ലാനുകൾ തയ്യാറാക്കി രാവിലെ നേരെ ശിവാനന്ദിനെ കാണാൻ തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ വാൾട്ടർ ഫാമിലിയെ തൽക്കാലം വെറുതെ വിടാം. ഹോട്ടലിൽ 2 പേർ അവരെ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് അവരെ മാറ്റി വേറെ 2 പേരെ ആക്കാം. അവരുടെ സകല മൂവ്മെൻറ്റ്സും ശ്രദ്ധിക്കാൻ പറയണം. യാതൊരു കാരണവശാലും അവർ കൺവെട്ടത്ത് നിന്ന് പോകരുത്. അടുത്ത നമ്മുടെ മെയിൻ ലക്ഷ്യം മിസ്റ്റർ മിൽട്ടൺ ലൂയിസ് ആയിരിക്കണം. റിസോഴ്സസ് എന്താ വേണ്ടതെന്ന് ശിവൻ പറഞ്ഞാൽ മതി, ഞാൻ അറേഞ്ച് ചെയ്തോളാം. കേരളം മൊത്തം തപ്പിയാലും വേണ്ടില്ല, അവനെ പൊക്കണം. തലേന്ന് രാത്രി താൻ ഉറക്കമുഴച്ച് തയ്യാറാക്കി അടയാളപ്പെടുത്തിയ ഒരു മാപ്പ് അയാൾ ശിവാനന്ദിന് കൈമാറി. ദാ, ഇത് കൊച്ചിയിലുള്ള എല്ലാ റിസോർട്ടുകളുടെയും ഒരു ലിസ്റ്റാണ്. റിസോർട്ടുകൾ, ലക്ഷറി ഹോട്ടലുകൾ, മസാജ് സെൻ്ററുകൾ ഒക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടിടത്തോളം മിൽട്ടൺ ആൾ ഹൈ പ്രൊഫൈലാണ്. മുമ്പ് വന്നപ്പോഴൊക്കെ അയാൾ തങ്ങിയിട്ടുള്ളതെല്ലാം വൻകിട റിസോർട്ടുകളിലാണ്. പിന്നെ ഒരു കോമൺ സംഭവം എന്താണെന്ന് വെച്ചാൽ, അയാൾ മുമ്പ് തങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ മിക്കതും സനാതന ഗ്രൂപ്പിൻ്റേതായിരുന്നു. കേട്ടിട്ടില്ലേ? ഉവ്വ് സാർ, എനിക്കതിൻ്റെ ഓണറെ അറിയാം. പ്രഭു സാർ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. സാറിനറിയായിരിക്കാം, മിസ്റ്റർ പ്രഭാകരൻ എടത്തറ. എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഇയാളും ഈ മിൽട്ടണുമായി എന്തോ ഒരു കണക്ഷനുണ്ട്. അയ്യോ, അങ്ങനെ പറയല്ലേ സാർ. പ്രഭു സാറൊക്കെ ഒരു പക്കാ ഡീസൻ്റ് മനുഷ്യനാണ്. ഒത്തിരി കഷ്ടപ്പെട്ട ഈ നിലയിലെത്തിയത്. നമുക്കൊക്കെ ഒത്തിരി സഹായം ചെയ്യുന്ന മനുഷ്യനാണ്. എന്തു സഹായം? മാത്യൂസിൻ്റെ നെറ്റി ചുളിഞ്ഞു. സാമ്പത്തികമായിട്ടോ? ഏയ്, അങ്ങനെയല്ല. അയാൾ ഇടയ്ക്കിവിടുത്തെ സ്കൂളുകളിൽ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻസ് നടത്തും. എന്നെയും വിളിക്കും സംസാരിക്കാൻ. അങ്ങേരുടെ പ്രസംഗം കേൾക്കണം സാർ, കരഞ്ഞു പോകും. സ്കൂളുകളിലൊക്കെ ഡ്രഗ്സ് വിതരണം തടയാൻ എന്ത് സഹായം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങേരൊരു നല്ല മനുഷ്യനാണ് സാർ, സംശയമില്ല. ശിവ, പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്. അങ്ങനെയുള്ളവന്മാരെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്.
തനിക്കറിയില്ലാത്തതുകൊണ്ടാ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വൻ സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സുഹൃത്ത് എനിക്കുമുണ്ടായിരുന്നു. 4 കൊല്ലം എൻ്റെ നിഴല് പോലെ കൂടെ നടന്നിട്ട് അവസാനം. മാത്യൂസ് തുടർന്നില്ല. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ സാർ. എന്തായാലും നമ്മുടെ അന്വേഷണം നമ്മൾ അയാളെ അറിയിക്കാതിരുന്നാൽ പോരെ? ഞാൻ ആദ്യം എല്ലാ സനാതന സ്ഥാപനങ്ങളിലും ഒന്ന് അന്വേഷിക്കാം. എല്ലായിടത്തുമല്ല. ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ആയുർവേദിക് സെന്റർ കണ്ടു. ഇവിടെയാണ് വിദേശികൾ കൂടുതലും. അവിടെ മാത്രം ചെന്നൊന്ന് അന്വേഷിക്കൂ. എല്ലായിടത്തും ചെന്ന് പോലീസ് അന്വേഷിച്ചാൽ ആ സ്ഥാപനത്തിന് ക്ഷീണമാകില്ലേ? ആയിക്കോട്ടെ സാർ. സാർ, പുറത്തൊരു പഞ്ചായത്ത് മെമ്പർ വന്ന് വെയിറ്റ് ചെയ്യുന്നു. ഒരു കോൺസ്റ്റബിൾ അകത്തേക്ക് തലനീട്ടി. ഇതൊന്ന് കഴിയട്ടെ. വേണ്ടടോ, താൻ അയാളെ വിളി. ഈ ഒരു കേസ് മാത്രം അന്വേഷിച്ചാൽ പോരല്ലോ. പഞ്ചായത്ത് മെമ്പർമാരെയൊന്നും വെറുപ്പിക്കണ്ട. മാത്യൂസ് ചിരിച്ചു. താമസിയാതെ തന്നെ മധ്യവയസ്കനായ ഒരു ഖദർധാരി വെളുക്കെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. സാർ, ഞാൻ ഷിജോ കുളത്തുമന. കേട്ടിട്ടുണ്ടാകും സാർ. പറയൂ. സാർ, ഞാൻ പുല്ലാനൂർ പഞ്ചായത്തിലെ 7ാം വാർഡ് മെമ്പറാണ്. ഓക്കെ. വേറൊന്നുമല്ല, ഞങ്ങൾ ഈയടുത്ത് ഒരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചിരുന്നു. എൻ്റെ വീടും ചുറ്റുമുള്ള ഒരു 10-40 വീടുകളും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിന് വന്നതാണ്. അതിനെന്താ പോലീസ്? അതായത് നമുക്കതൊന്ന് ഉദ്ഘാടനം ചെയ്യണം. ഒത്തിരി ആർഭാടമായി തന്നെ ചെയ്യാമെന്ന് വെച്ചാണ്. സാർ അതൊന്ന് ഒന്ന് ചെയ്തു തരണം. സ്ഥലം SIയെ കൊണ്ട് ചെയ്യിക്കാമെന്ന് ഞാൻ പറഞ്ഞുപോയി. അതാ. ആയിക്കോട്ടെ. എന്നാ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ മതി. പോയിട്ട് ഡേറ്റ് ഒക്കെ ഫിക്സ് ആയി കഴിയുമ്പോൾ സ്റ്റേഷനിലേക്ക് വിളിക്കൂ. ഞാൻ ഒഴിവുണ്ടെങ്കിൽ വരാം. സന്തോഷമേ ഉള്ളൂ. സംഭവം ഇന്ന് വൈകിട്ടാണ് സാർ. ഇന്ന് 6 മണിക്ക്. സാർ ഒരു 6:30 എത്തിയാലും മതി. ഇന്നോ? എങ്കിൽ പിന്നെ വൈകിട്ട് ഒരു 5:30 വന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്ത് വാടോ ഇത്? ഞങ്ങളിവിടെ പണിയൊന്നുമില്ലാതെ ഇരിക്കുവാണോ? അങ്ങനെ പറയല്ലേ സാർ. ഞാൻ വാക്ക് കൊടുത്തുപോയി. ആരോട് ചോദിച്ചിട്ട്? ശിവാനന്ദിന് കുറേശ്ശെ ദേഷ്യം വന്നു തുടങ്ങിയെന്ന് മാത്യൂസിന് മനസ്സിലായി. സുഹൃത്തെ, മാത്യൂസ് ഇടപെട്ടു. നിങ്ങൾ 2 കൂട്ടരും പൊതുപ്രവർത്തകരാണല്ലോ. അപ്പോ തൻ്റെ അഭിപ്രായം ചോദിച്ചില്ല കേട്ടോ. ഇത് ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിക്കോളാം. അയാൾ മാത്യൂസിനെ തുടരാൻ അനുവദിച്ചില്ല. മിസ്റ്റർ ഷിജോ, ആ ഇരിക്കുന്നത് നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറാണ് കേട്ടോ. മാത്യൂസ് തരകൻ. കേട്ടിട്ടുണ്ടാകും. മെമ്പറുടെ മുഖത്തെ ചോര വാർന്നുപോയി. സാർ, എനിക്ക് സിവിൽ ഡ്രസ്സായതുകൊണ്ട് മനസ്സിലായില്ല. കുഴപ്പമില്ലടോ, താനിപ്പോൾ ചെല്ല്. എനിക്ക് SIയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം. അയാൾ വിടാനുള്ള ഭാവമില്ല. എന്നെ നോക്കണ്ട. ഇന്ന് വൈകിട്ട് ഞാൻ വളരെ ബിസിയാണ്. ഷിജോ, നടക്ക്. ശിവാനന്ദ് ആ മാപ്പ് എടുത്ത് മേശപ്പുറത്തേക്ക് നിവർത്തി വെച്ചു. മെമ്പർക്ക് അനക്കമില്ല. മാത്രമല്ല, അയാളുടെ മുഖഭാവവും അല്പം മാറിയിരിക്കുന്നത് മാത്യൂസ് ശ്രദ്ധിച്ചു. സാറേ, വെറുമൊരു മെമ്പർ വിചാരിച്ചാലും ഇവിടെ പലതും നടക്കും കേട്ടോ. വെറുതെ നമ്മൾ തമ്മി. പന്ന മോനെ, നിന്നോടല്ലേ പറഞ്ഞത്? ഇറങ്ങടാ വെളിയിൽ. ശിവാനന്ദ് ചാടി എണീറ്റതും മെമ്പർ ഓടിയതും ഒപ്പമായിരുന്നു. അടക്കി ചിരിച്ചുകൊണ്ട് മാത്യൂസ് ആ മാപ്പിൽ സനാതന ലക്ഷറി ആയുർവേദിക് മസാജ് സെന്ററിന് ചുറ്റും ഒരു വട്ടം കൂടി ചുവന്ന മഷി കൊണ്ട് ഒരു വൃത്തം വരച്ചു. സനാതന. സമയം 11 മണി. മിൽട്ടണ് ബോറടിച്ചു തുടങ്ങിയിരിക്കുന്നു. മദ്യത്തിന്റെ സ്റ്റോക്ക് തീർന്നിരിക്കുന്നു. മാത്രമല്ല, വെജിറ്റബിൾസ് അല്ലാതെ അവിടെ വേറൊരു ഭക്ഷണമില്ല. ആ കോമ്പൗണ്ടിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ മാംസാഹാരങ്ങളെപ്പറ്റി ചിന്തിക്കാനേ പാടില്ലാത്രേ. തലേന്ന് രാത്രി പോയതിനു ശേഷം പ്രഭാകരന്റെ ഒരു വിവരവുമില്ല. ആരെയോ അയക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് തീരുമാനിച്ച് പുറത്തിറങ്ങാനായി ഡ്രസ്സ് ധരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലടിച്ചത്. ആരാ? വാതിൽ തുറക്കാതെ തന്നെ അയാൾ വിളിച്ചു ചോദിച്ചു. നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് മിസ്റ്റർ മിൽട്ടൺ. പുറത്തുനിന്നും വളരെ ഗൗരവത്തിൽ ഒരു മറുപടി കേട്ടു. മിൽട്ടൺ തിടുക്കത്തിൽ വാതിൽ തുറന്നു. ഹായ്, ഞാൻ ഡേവിഡ് ജോൺ. ആ ചെറുപ്പക്കാരൻ ഹസ്തദാനത്തിനായി കൈനീട്ടി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ അടിമുടി വീക്ഷിക്കുകയായിരുന്നു മിൽട്ടൺ. കഷ്ടി ഒരു 25 വയസ്സുണ്ടാകും. ക്ലീൻ ഷേവ് ചെയ്ത മുഖം. ഒരു കൊച്ചു പയ്യനെ പോലെ ഇരിക്കുന്നു. പക്ഷേ കണ്ണുകളിൽ അസാമാന്യമായ തിളക്കമുണ്ടായിരുന്നു. മിസ്റ്റർ ഡേവിഡ്, എടത്തറ തന്നോട് വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നോ? താൻ വളരെ ചെറുപ്പമാണല്ലോ. നിസ്സാര കാര്യമല്ലേ ഇത്? അതൊന്നും വിഷയമാക്കണ്ട. എല്ലാം ഞാൻ ഭംഗിയായി ചെയ്തോളാം. ചിലവുണ്ട്. അയാൾ ഒരു എൻവലപ്പ് മിൽട്ടണ് കൈമാറി. ചിലവര് പ്രശ്നമല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ കാര്യങ്ങൾ സ്മൂത്തായിരിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. വാൾട്ടർ ഒരു ഭീകരനാണ്. ഒരാളെ കൊല്ലുക എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. പ്രത്യേകിച്ച് അയാളുടെ മോളെ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ മതി, അവൻ്റെ കാര്യം പോക്കാം.
ഡേവിഡ് അതൊന്നും ശ്രദ്ധിച്ചില്ല. തുടർന്ന് ഡേവിഡ് ആ എൻവലപ്പിൽ എഴുതിയിരിക്കുന്ന അഡ്വാൻസ് തുക മിൽട്ടൺ അവനെ ഏൽപ്പിച്ചു. ഒരു കാര്യം മിസ്റ്റർ മിൽട്ടൺ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഡേവിഡ് പണം എണ്ണി നോക്കുക പോലും ചെയ്യാതെ അവൻ്റെ പോക്കറ്റിലേക്കിട്ടു. താങ്കളെ കേരള പോലീസ് നോട്ടമിട്ടിട്ടുണ്ട്. കേരളം മുഴുവനും വല വീശിയിട്ടാണെങ്കിലും താങ്കളെ ഉടനടി അവർ ലൊക്കേറ്റ് ചെയ്യും. പേടിക്കേണ്ട, പ്രശ്നമൊന്നുമില്ല. തൽക്കാലം ഇന്റർപോളിന്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ്, അറസ്റ്റ് ചെയ്യാനൊന്നുമല്ല. മിൽട്ടൺ സ്തംഭിച്ചുപോയി. ഇന്റർപോളോ? ഇയാൾക്കിതെങ്ങനെ മനസ്സിലായി? പ്രായം കുറവാണെന്ന് കരുതി എൻ്റെ കഴിവിനെ സംശയിക്കേണ്ട. താങ്കൾ ഉദ്ദേശിക്കുന്നതിലും എത്രയോ അധികമാണ് എൻ്റെ സോഴ്സസ്. ശരി, ഇനി നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് കാണാം. ഏതെങ്കിലും കാരണവശാൽ എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ താങ്കളുടെ പണം അതേപടി ഞാൻ തിരിച്ചേൽപ്പിച്ചോളാം. മിസ്റ്റർ ഡേവിഡ്, അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ വാൾട്ടർ എന്നെ തേടി വരും. അയാൾക്ക് കേരളത്തിൽ എന്നേക്കാൾ സ്വാധീനമുണ്ട്. ഡേവിഡ് മുറി വിട്ടിറങ്ങി. ചെറിയ പയ്യൻ ലുക്കാണെങ്കിലും അവൻ വളരെ പ്രൊഫഷണലാണെന്ന് മിൽട്ടന് ബോധ്യപ്പെട്ടിരുന്നു. അതേസമയം ബ്രൈറ്റൺ ഹോട്ടലിൽ ലെവിൻ ഫാമിലി അവരുടെ വെക്കേഷന്റെ ആദ്യ ദിന പരിപാടികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. 3 ദിവസമാണ് നമ്മൾ കൊച്ചിയിലുള്ളത്. വാൾട്ടർ ഒരു ലിസ്റ്റ് എടുത്ത് നിവർത്തി. നമ്മൾ ആദ്യം പോകുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ്. ഇന്ന് ലഞ്ച് അവിടെ നിന്നും കഴിച്ച് നമ്മൾ അയാളോടൊപ്പം സൈറ്റ് സീയിങ്ങിന് പോകുന്നു. ഫോർട്ട് കൊച്ചിനും പരിസര പ്രദേശങ്ങളുമെല്ലാം കണ്ടു തീർന്ന് ഏതാണ്ട് 4 മണിയോടെ നിങ്ങൾ തിരിച്ചിവിടെ എത്തുമ്പോഴേക്കും ഞാനും മടങ്ങി വന്ന്... വെയിറ്റ് സ്റ്റെല്ല അയാളെ തടഞ്ഞു. പപ്പ എവിടെ പോകുന്നു? യു സി, നമ്മൾ എയർപോർട്ടിൽ വെച്ച് ഒരു പോലീസ് ഓഫീസറെ കണ്ടതോർക്കുന്നോ? ഒരു മിസ്റ്റർ മാത്യൂസ് തരകൻ. ഇല്ല, എപ്പോ? അങ്ങനൊരു സംഭവം ഉണ്ടായി സ്റ്റെല്ല, നീ ശ്രദ്ധിച്ചു കാണില്ല. ആ മനുഷ്യൻ നമ്മളെ പിന്തുടരുകയായിരുന്നു. അയാൾ മാത്രമല്ല, കുറേ പോലീസുകാരും. എനിക്കത് അപ്പോഴേ മനസ്സിലായി. ഇന്നിപ്പോൾ ഞാൻ ഓൺലൈനായി ജസ്റ്റ് അയാളുടെ പേരൊന്ന് അടിച്ചതേ ഉള്ളൂ. വളരെ ഫേമസ് ആയൊരു ഉദ്യോഗസ്ഥനാണ്. ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാണത്രേ. സ്റ്റെല്ല അപ്പോൾ തലേന്ന് രാത്രിയിൽ താൻ കണ്ട ആ മനുഷ്യനെ ഓർത്തു. ഞാൻ അയാളെ ഒന്ന് പോയി നേരിട്ട് കണ്ട് വിവരങ്ങൾ അന്വേഷിക്കട്ടെ. എന്താ അവരുടെ പ്രശ്നമെന്നറിയണമല്ലോ. വാൾട്ടർ യാത്രയ്ക്ക് തയ്യാറായി. താൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് സ്റ്റെല്ലയ്ക്ക് മനസ്സിലായി. പപ്പ വേറെന്തൊക്കെയോ ഉദ്ദേശിച്ചാണ് ഈ നാട്ടിലെത്തിയിരിക്കുന്നത്. അത് നടപ്പിലാക്കാതെ അദ്ദേഹം തിരിച്ചു പോരില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ എല്ലാം നോക്കി നിൽക്കാനേ അവൾക്കായുള്ളൂ. തിരിച്ച് ന്യൂ ഓർലാൻഡ്സിലെത്തിയാൽ ഉടൻ ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിനെ പറ്റിയായിരുന്നു തലേന്ന് രാത്രി അവളുടെ ചിന്ത മുഴുവൻ. അമേരിക്കൻ രീതിയനുസരിച്ച് 18 വയസ്സ് തികഞ്ഞാൽ ഉടൻ മക്കൾ അപ്പനമ്മമാരെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാനായി ഇറങ്ങിപ്പുറപ്പെടും. സ്റ്റെല്ലയെ സംബന്ധിച്ച് അവൾ അത് വർഷങ്ങൾക്ക് മുൻപേ എടുത്ത തീരുമാനമാണ്. സനാതന ലക്ഷറി ആയുർവേദിക് മസാജ് സെന്റർ, 11:30 AM. ഫ്ലോർ മാനേജർ പാർവതി റിസപ്ഷനിൽ എന്തോ കണക്കുകൾ പരിശോധിക്കുകയായിരുന്നു. സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അവിടെ. റിസപ്ഷൻ, അക്കൗണ്ടിംഗ് തുടങ്ങി 1000 കാര്യങ്ങളാണ് പാർവതിയുടെ തലയിൽ. എങ്കിലും എല്ലാം വളരെ ഭംഗിയായി സൗമ്യതയോടെ അവൾ ചെയ്യും. പ്രഭാകരന് ഏറ്റവും ഇഷ്ടമുള്ള ജോലിക്കാരിയാണ് അവൾ. മുൻവാതിൽ തുറന്ന് പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി വന്ന ആ ചെറുപ്പക്കാരനെ കണ്ടതും അവൾ എഴുന്നേറ്റ് നിന്നു. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു... അവളും പുഞ്ചിരിയോടെ അയാളെ അഭിവാദ്യം ചെയ്തു. സോറി, ഞാൻ തെറാപ്പിക്കൊന്നും വന്നതല്ല. അയാൾ ആ ഡെസ്കിൽ അവളോട് അടുത്ത് നിന്നുകൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഞാൻ സ്ഥലം SI ശിവാനന്ദ്. ഒരു കാര്യമറിയാൻ വന്നതാണ്. ഓ, MD വിളിക്കണോ സാർ? അവരുടെ മുഖത്ത് ഒരു ചെറിയ പരിഭ്രാന്തി. അയ്യോ വേണ്ട, എനിക്ക് ഇപ്പോൾ താമസിക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് വേണം, അത്രയേ ഉള്ളൂ. വിദേശികളുടെ മാത്രം മതി കേട്ടോ. അവളൊന്നും മടിച്ചു. സാർ, അതിപ്പോൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണല്ലോ. ഞാൻ അവരുടെ പേര് മാത്രമേ ചോദിക്കുന്നുള്ളൂ കുട്ടി. അവരുടെ രോഗവിവരമൊന്നും അല്ലല്ലോ. വെറുതെ എന്നെക്കൊണ്ട് പോലീസ് സ്വഭാവം എടുപ്പിക്കരുത്. അയാളുടെ സ്വരം മാറിയതും അവൾ പെട്ടെന്ന് രജിസ്റ്റർ ബുക്ക് എടുത്തു. നോക്കൂ, ഇവിടെ ഇപ്പോൾ 6 ഫോറിൻ കപ്പിൾസ് ഉണ്ട് പേഷ്യൻസ് ആയിട്ട്. പിന്നെ ഒരാൾ കൂടിയുണ്ട്. അയാൾ പേഷ്യൻ്റ് അല്ല, MDയുടെ അടുത്ത സുഹൃത്താ. വരുമ്പോൾ ഒക്കെ ഇവിടെയാ താമസം. ഒരു മിസ്റ്റർ മിൽട്ടൺ. അയാൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ശിവന്റെ കണ്ണുകൾ തിളങ്ങി. ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് ഇതാ. അവൾ ബുക്ക് അയാൾക്ക് നേരെ നീട്ടി. ശിവാനന്ദ് താല്പര്യമില്ലാതെ അതിലൂടെ കണ്ണോടിച്ചു. ഈ മിൽട്ടൺ ഏത് നാട്ടുകാരനാ? അമേരിക്കനാണെന്ന് തോന്നുന്നു സാർ. അയാൾക്കിവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. പിന്നെ പറയൂ പാർവതി. അവളുടെ നെയിം കാർഡിൽ നിന്ന് പേരയാൾ നേരത്തെ വായിച്ചറിഞ്ഞിരുന്നു. ഒന്നുമില്ല സാർ. അവൾ ബുക്ക് മടക്കി.
വേറെന്തെങ്കിലും ഹെൽപ്പ് വേണോ സാർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഈ മിൽട്ടൺ ഇനി തിരിച്ചു വരില്ലേ? അതൊന്നും അറിയില്ല സാർ. അയാളുടെ ഒഫീഷ്യലായി അങ്ങനെ ഒരു വിദേശിയെ ചുമ്മാ താമസിപ്പിക്കാൻ പാടുണ്ടോ പാർവതി? അയാൾ വല്ല പണിയും ഒപ്പിച്ചാൽ നമ്മളെവിടെ ചെന്ന് കണ്ടുപിടിക്കും? അറ്റ്ലീസ്റ്റ് പാസ്പോർട്ടെങ്കിലും വാങ്ങി വെക്കണം കേട്ടോ. അതിപ്പോൾ സാർ, ഞങ്ങളുടെ MD പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാനൊരു മിസ്സിംഗ് പാർട്ടിയെ തപ്പി ഇറങ്ങിയതാ. എന്തായാലും ഇവിടെയില്ല. എന്തായാലും സഹകരണത്തിന് താങ്ക്സ്. ഇറങ്ങട്ടെ. വെളിയിൽ ഇറങ്ങിയതും ശിവാനന്ദ് മാത്യൂസിനെ ഡയൽ ചെയ്തു. സാർ, യു ആർ എ ജീനിയസ്. അവൻ അവിടെ ഉണ്ടല്ലേ? സനാതനയുടെ MD തൻ്റെ സുഹൃത്തല്ലേ? നമുക്ക് ആരെങ്കിലും അവിടെ ഒന്ന് തിരികെ കയറ്റാൻ പറ്റുമോ ഒരു കുറച്ച് ദിവസത്തേക്ക്? അവൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ. അത് വേണ്ട സാർ. MDയുടെ അടുത്ത സുഹൃത്താണിവൻ എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ബെസ്റ്റ്. അതല്ലേടോ തന്നോട് ഞാൻ രാവിലെ പറഞ്ഞത്. ഒറ്റ ഒരുത്തിനെയും വിശ്വസിക്കരുത്. എന്നാലും പ്രഭു സാറിന് ഇതിലൊക്കെ എന്തെങ്കിലും പങ്ക് കാണാൻ സാധ്യത കുറവാണ് സാർ. പ്രത്യേകിച്ച് മിൽട്ടൺ മയക്കുമരുന്നിൻ്റെ ആളല്ലേ? പ്രഭു സാറിന് ഡ്രഗ്സ് എന്ന് കേൾക്കുന്നതേ കലിയാണ്. എന്തേലും ആവട്ടെ, മിൽട്ടൻ്റെ ഓരോ അനക്കവും ഇനി നമ്മൾ അറിയണം. തൻ്റെ ഒരു ബെസ്റ്റ് ഓഫീസറെ തന്നെ ആ പരിസരത്ത് നിർത്തൂ. ആയിക്കോട്ടെ സാർ. വേറൊരു കേസുണ്ട്, പറഞ്ഞാൽ താൻ വിശ്വസിക്കില്ല. പുറത്തൊരു കക്ഷി കാത്തു നിൽപ്പുണ്ട്. ആരാ സാർ? സാക്ഷാൽ വാൾട്ടൻ ലെവിൻ. അയാളിതാ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഞാനാകെ കൺഫ്യൂസ്ഡായി. ഇനി എന്ത് ചെയ്യുന്നോർത്ത് നിൽക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇയാൾ നമുക്ക് പണിയുണ്ടാക്കും. ഭയങ്കര ഷാർപ്പാ. നമ്മളെ എയർപോർട്ടിൽ നിന്ന് സ്പോട്ട് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാർ? വരണിടത്ത് വെച്ച് കാണാം. ഞാനെന്തായാലും അയാളെ അകത്തോട്ട് വിളിക്കട്ടെ. എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ തന്നെ. സംസാരം തീർന്നതും ഫോൺ വീണ്ടും ബെല്ലടിച്ചു. ഹലോ ശിവ, ഞാൻ ഡോക്ടർ ശരത്ത. കുറേ ആയല്ലോ ഡോക്ടർ. എന്നാ വിശേഷം? താൻ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലെത്തണം. ഒരു സീരിയസ് കേസുണ്ട്. എന്തു പറ്റി? ഇവിടെ ഇന്ന് പുലർച്ചെ ഒരു ചെറുക്കനെ ആരോ കൊണ്ട് കാഷ്വാലിൽ തള്ളിയിട്ട് പോയിട്ടുണ്ട്. എന്തോ മരുന്ന് ഓവർഡോസാന്ന് പറഞ്ഞു. ഞങ്ങൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തായിരുന്നല്ലോ. ഞാൻ ഇന്ന് ഓഫീസിൽ അധികം ഉണ്ടായിരുന്നില്ല. എന്താ സംഭവം? സംഭവം കുറച്ച് പ്രശ്നമാണ്. ഞങ്ങൾ ആദ്യം കരുതി സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്നാണ്. പക്ഷേ പിന്നെ മനസ്സിലായി, മൂക്കിൽ കൂടി എന്തോ വലിച്ചിട്ടുണ്ട്. സംഭവം ഈ കൊച്ചി പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെ ഇങ്ങനൊരു ഓവർഡോസ് കേസ് ഉണ്ടായിട്ടില്ല. എനിക്കൊരു സംശയം തോന്നി. ഞാൻ നമ്മുടെ ലോക്കൽ ലാബിൽ ടെസ്റ്റ് ചെയ്തു. അവർ പറയുന്നത് ഇങ്ങനൊരു ഡ്രഗ് അവർ ഇതുവരെ കണ്ടിട്ടേയില്ലെന്നാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു കാര്യം പറയാം. മെത്തേൻഫെഡമീൻ എന്നൊരു സാധനമുണ്ട്. ഈ ചെറുക്കൻ്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടിട്ട് അതാണ് സാധനമെന്ന് തോന്നുന്നു. സ്റ്റേറ്റ്സിലൊക്കെ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സിന്തറ്റിക് ഡ്രഗ് ആണ്. ഈ പയ്യന് കാർഡിയക് അറസ്റ്റായി. അത് മെത്ത് ഓവർഡോസിൻ്റെ ഒരു ലക്ഷണമാണ്. ഇപ്പോൾ ബ്ലഡിൽ അത് ഐസൊലേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ചെയ്യുകയാണ്. റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ ഞാൻ വിളിക്കാം. തൽക്കാലം ശിവൻ ഹോസ്പിറ്റലിലേക്ക് വരൂ. ഡോക്ടർ അവസാനം പറഞ്ഞതൊന്നും ശിവൻ കേട്ടില്ല. മെത്തേൻഫെഡമീൻ എന്നൊരു വാക്ക് കേട്ടതോടുകൂടി അയാൾ സ്തംഭിച്ചു പോയിരുന്നു. മിൽട്ടൺ കേരളത്തിൽ മാർക്കറ്റ് ഉണ്ടാക്കാൻ നോക്കുകയാണെന്ന് കമ്മീഷണർ പറഞ്ഞത് വെറുതെയല്ല. എങ്ങനെയോ അവൻ ആ മാരക മയക്കുമരുന്ന് കൊച്ചിയിലെത്തിച്ചിരിക്കുന്നു. ശിവന്റെ സിരകളിൽ രക്തം തിളച്ചു. ശിവ, താൻ കട്ട് ചെയ്തോ? ഡോക്ടറുടെ ശബ്ദം അയാളെ ചിന്തയിൽ നിന്നുണർത്തി. ആ പയ്യനെന്ത് പ്രായമുണ്ട്? ഒരു 16 കഷ്ടി. അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ID കാർഡ് കിട്ടിയിട്ടുണ്ട്. പേര് ജിജോ. അവൻ്റെ വീട്ടിലറിയിച്ചോ? ശിവ, ആ ചെറുക്കൻ്റെ അപ്പൻ ഭയങ്കര രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ്. ഒരു മിസ്റ്റർ ഷിജോ കുളത്തുമന. താൻ കേട്ടിട്ടുണ്ടാകും. അങ്ങേരതറിഞ്ഞെത്തിയാൽ ആട് പട്ടിയാകും. പോലീസിൽ അറിയിച്ചിട്ട് വീട്ടുകാരെ അറിയിക്കാമെന്ന് ഞാനാ പറഞ്ഞത്. ഇങ്ങനൊരു പുതിയ ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ അത് തുടക്കത്തിലെ കണ്ടുപിടിച്ച് നമുക്ക് അവസാനിപ്പിക്കണം. ഈ കുളത്തുമന ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇങ്ങനൊരു ഡ്രഗും കാണില്ല. ആരും ഇതിനെപ്പറ്റി കേട്ടിട്ടും കൂടി ഉണ്ടാകില്ല. അയാളെല്ലാം മുക്കിക്കളയും. ദൈവമേ, ആ മനുഷ്യൻ ഞാൻ ഇന്ന് രാവിലെ കണ്ടതേയുള്ളൂ. ശിവാനന്ദ് തലയിൽ കൈവച്ചു. ഓക്കെ, ഞാനിത് അങ്ങോട്ട് വരുന്നു. എന്തായാലും പയ്യൻ്റെ വീട്ടുകാരെ അറിയിച്ചോളൂ. അവരിപ്പോൾ ആകെ ടെൻഷനായിരിക്കുന്നുണ്ടാകും. പക്ഷേ പയ്യനെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. അഥവാ കിട്ടിയാൽ തന്നെ ഓ മൈ ഗോഡ്. ശിവാനന്ദ് കണ്ണുകൾ ഇറുക്കിയടച്ചു. അതേസമയം സർക്കിൾ ഓഫീസിൽ മാത്യൂസ് രണ്ടും കൽപ്പിച്ച് വാൾട്ടറെ തൻ്റെ ഓഫീസിലേക്ക് ക്ഷണിച്ചു. ഒരു കള്ളച്ചിരിയോടെയാണ് അയാൾ അകത്തേക്ക് കയറിയത്. ഇരിക്കൂ മിസ്റ്റർ വാൾട്ടർ. മാത്യൂസ് കസേര ചൂണ്ടി. ആ നിമിഷം തന്നെ മാത്യൂസിൻ്റെ ഫോൺ ബെല്ലടിച്ചു. മാത്യൂസ് അത് സൈലൻ്റ് ആക്കാനായി കയ്യിലെടുത്തപ്പോൾ അറിയാതെ സ്ക്രീനിൽ ശ്രദ്ധിച്ചു. ഒരു വിദേശ നമ്പറാണ്, അമേരിക്കയിൽ നിന്ന്. സോറി വാൾട്ടർ, എക്സ്ക്യൂസ് മീ, എനിക്ക് ഈ കോൾ എടുക്കണം. നോ പ്രോബ്ലം. വാൾട്ടർ കൈകൊണ്ട് ആംഗ്യം കാട്ടിച്ചു. ഹലോ
മിസ്റ്റർ മാത്യൂസ്? അതെ. ഹോ, എത്ര നേരമായി ഞാൻ താങ്കളെ ഒന്ന് കിട്ടാനായി ശ്രമിക്കുന്നു. എത്ര പേരെ വിളിച്ചിട്ടാണ് അവസാനം താങ്കളുടെ നമ്പർ കിട്ടിയതെന്നറിയാമോ? എനിക്ക് മനസ്സിലായില്ല. ആരാണ്? ഞാൻ ആരാണെന്ന് പിന്നെ പറയാം. ഇപ്പോൾ അതിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആദ്യം പറയട്ടെ. താങ്കൾ ഇപ്പോൾ അന്വേഷിക്കുന്ന മിസ്റ്റർ വാൾട്ടർ ലെവിൻ. മാത്യൂസ് ഞെട്ടി വാൾട്ടറെ നോക്കി. ഒരു കാരണവശാലും നിങ്ങൾ അയാളുടെ മുന്നിൽ ചെന്ന് പെടരുത്. അതീവ അപകടകാരിയായ ഒരു ക്രിമിനലാണ് അയാൾ. സ്വന്തം മുറിയിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളെ വകവരുത്താൻ അയാൾക്ക് സാധിക്കും. സോറി, താങ്കൾ ആരാണെന്ന് പറയാതെ ഈ സംഭാഷണം തുടരാൻ എനിക്ക് താല്പര്യമില്ല. ഓ, ആയിക്കോട്ടെ. എൻ്റെ പേര് ഫോക്സ് ട്രേഡർ, FBI നിന്നാണ്. കൂടുതൽ ഈ വിഷയത്തിൽ ഞാൻ സംസാരിച്ചാൽ മിസ്റ്റർ മാത്യൂസ് ചിരിക്കും. എന്നെ വിശ്വസിക്കില്ല. സോ നമുക്ക് അടുത്ത് തന്നെ നേരിൽ കാണാം. അപ്പോൾ ഞാൻ എല്ലാം വിശദീകരിക്കാം. തൽക്കാലം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും വാൾട്ടർ തങ്ങളെ കാണാനോ അഥവാ കണ്ടാൽ തന്നെ താങ്കളുടെ ശരീരത്തിൽ സ്പർശിക്കാനോ ഇട കൊടുക്കാതിരിക്കുക. തമാശയല്ല ഇത്. അയാളെ തേടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. മാത്യൂസ് ഒരിക്കൽ കൂടി വാൾട്ടറെ നോക്കി. കുറുകിയ കണ്ണുമായി മാത്യൂസ് പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ചുകൊണ്ട് താടിക്ക് കൈകൊടുത്തുകൊണ്ട് അയാൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു, മുഖത്തെ ആ കള്ളച്ചിരി മായാതെ.